വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിരിക്കുന്ന സകലമാന പ്രാർത്ഥനയും നേർക്കുനേരെ അള്ളാഹുവോടാണ് എന്നുള്ളതുകൊണ്ട് നമ്മളും പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതൊരു പുതിയ ആശയമാണോ? ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവോട്. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ സുന്നി സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ അവിടെ മദ്രസയിൽ ഒരുപാട് പ്രാർത്ഥനകളും മറ്റുമൊക്കെ പഠിപ്പിക്കാറുള്ള കുട്ടികളെ. ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം ചൊല്ലി പറയേണ്ട പ്രാർത്ഥനകൾ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത മറ്റാരും നിർവഹിക്കുന്ന കാണാൻ കഴിയുമോ? ജനങ്ങളെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിന്റെ ആഗ്രഹം. ഒരു നിലക്കും ജനങ്ങൾ ചൂഷണത്തിന് വിധേയമാകാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇടയാള സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയിലാണോ ചൂഷണം ഉണ്ടാക്കുന്നത്? ഇടയാളന്മാരില്ലാതെ നേർക്കുനേരെ പ്രാർത്ഥിക്കുമ്പോഴാണ് ചൂഷണം ഉണ്ടാകുന്നത്? ആർക്കും സംശയമില്ല. ഇടയാളന്മാർ എവിടെയാണോ കടന്നു വരുന്നത് അവിടെയൊക്കെ വിവിധങ്ങളായ ചൂഷണങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ എപ്പോഴാണ് നമ്മൾ ഇടയാളന്മാരെ സമീപിക്കേണ്ടി വരുന്നത്? നമ്മുടെ ഈ ലോക ജീവിതത്തിൽ പല സന്ദർഭങ്ങളിൽ നമ്മൾ ഇടയാളന്മാരെ സ്വീകരിക്കാറുണ്ട്. അത് എപ്പോഴായിരിക്കും? ഒന്ന്, നമ്മൾ സമീപിക്കുന്ന ആൾ നമ്മളെ സംബന്ധിച്ച് വേണ്ടത്ര പരിചയമില്ലാത്ത ആളായിരിക്കാം. നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയോട് ഒരു കാര്യം ആവശ്യപ്പെടണം. പക്ഷെ പ്രധാനമന്ത്രിക്ക് അറിയില്ല ഇയാൾ ഇന്ത്യക്കാരൻ തന്നെയാണോ അല്ല വല്ല പാകിസ്ഥാൻ്റെ ചാരനാണോ എന്ന് പ്രധാനമന്ത്രിക്ക് അറിയില്ല. അന്നേരം എന്തു വേണം? പ്രധാനമന്ത്രിയെയും നമ്മളെയും അറിയുന്ന ഒരാൾ ഇടയിൽ നിന്ന് പറഞ്ഞു കൊടുക്കണം, അല്ല ഇയാൾ നമ്മളെ രാജ്യക്കാരൻ തന്നെയാണ്, ഇദ്ദേഹത്തിന് കാര്യങ്ങൾ ചെയ്തു കൊടുക്കാം. അപ്പോൾ ഇടയാളൻ വേണ്ടി വരുന്ന എവിടെയാണ്? നമ്മൾ ആരെയാണോ സമീപിക്കുന്നത് ആ സമീപിക്കുന്ന വ്യക്തിക്ക് നമ്മെ സംബന്ധിച്ച് അറിയുന്നില്ലെങ്കിൽ നമ്മെയും അയാളെയും അറിയുന്ന ഒരാൾ ഇടയിൽ നിന്ന് പരിചയപ്പെടുത്തി കൊടുക്കണം. അള്ളാഹുവിലേക്ക് ഇടയാളന്മാരാകാം, അല്ലെങ്കിൽ ഇടയാളന്മാർ വേണം, അതിന് 20ഓളം ആയത്തുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? അള്ളാഹ്ക്ക് നമ്മളെ പരിചയമില്ല. നമുക്ക് അള്ളാഹിനെ പരിചയം ഉണ്ടെങ്കിലും അള്ളാഹ്ക്ക് നമ്മളെ പരിചയമില്ല. അതുകൊണ്ടാണല്ലോ നമ്മുടെ കാര്യങ്ങൾ പറയുമ്പോൾ അള്ളാഹുവിൻ്റെയും നമ്മുടെയും ഇടയിൽ ഒരു ഇടയാളൻ ആവശ്യമായി വരുന്നത്. യഥാർത്ഥത്തിൽ അള്ളാഹു എന്താണ് പറഞ്ഞത്? വസിയ കുല്ല ഷൈഇൻ ഇൽമ. അള്ളാഹുവിൻ്റെ ഇൽമ് ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് അറിയാതെ പോകുന്നില്ല. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം വസ്തുക്കളുണ്ടോ, എന്തെല്ലാം ഉണ്ടോ, ആരൊക്കെയുണ്ടോ, മനുഷ്യൻ മാത്രമല്ല, ജന്തുവർഗം മാത്രമല്ല, പ്രപഞ്ചത്തിൽ കാണുന്നതും കാണാത്തതുമായി എന്തെല്ലാം ഉണ്ടോ അതിനെ സംബന്ധിച്ചെല്ലാം കൃത്യമായി പരിചയമുള്ളവനാണ്, അറിവുള്ളവനാണ് അള്ളാഹ്. എന്നിരിക്കെ ആ അള്ളാഹുവിൻ്റെ അരികിലേക്ക് നമ്മളെ പരിചയപ്പെടുത്തി കൊടുക്കാൻ ഒരാൾ വേണമെന്ന് പറയുന്നത് ബുദ്ധിയാണോ വിഡ്ഢിത്തമാണോ? ഒന്ന്. രണ്ടാമത്തേത്, ചിലപ്പോൾ ചില ആളുകൾക്ക് നമ്മളെ പരിചയം ഉണ്ടാവും, പക്ഷെ നമ്മൾ പറയുന്നത് തിരിയൂല. ഇപ്പം നമ്മുടെ രാജ്യം ഭരിക്കുന്ന പ്രധാനമന്ത്രിയുടെ അരികിൽ നമ്മൾ പോയി നമ്മുടെ ഭാഷയിൽ കുറേ കാര്യം പറഞ്ഞു. പ്രധാനമന്ത്രി, എനിക്ക് കുറേ പ്രയാസമുണ്ട്, എനിക്ക് സാമ്പത്തികമായി കഷ്ടപ്പാടിലാണ്, ഒരു വീട് വെച്ച് തരണം. ഇതൊക്കെ നമ്മൾ മൂപ്പരോട് പറഞ്ഞാൽ അവസാനം മൂപ്പർ എന്ത് പറയും? ക്യാ ഹേ എന്ന് ചോദിക്കും. എന്താ ഈ പറഞ്ഞത് മൂപ്പർക്ക് തിരിഞ്ഞിട്ടില്ല. അപ്പോൾ ഇങ്ങനെ നമ്മളെ പരിചയമുണ്ടെങ്കിലും നമുക്ക് അവരെയും പരിചയമുണ്ടെങ്കിലും ചിലപ്പോൾ നമ്മുടെ ഭാഷ തിരിയാത്തത് കൊണ്ട് ഒരു ഇടയാളനെ സമീപിക്കേണ്ടി വരും, ഒരു മധ്യവർത്തി വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ അള്ളാഹു ഇതുപോലെയാണോ? അള്ളാഹ്ക്ക് ഏത് ഭാഷയെ തിരിയാത്തത്? ഭാഷകൾ പല കോലത്തിലുണ്ട്. സംസാര ഭാഷയുണ്ട്, സാഹിത്യ ഭാഷയുണ്ട്, ആംഗ്യ ഭാഷയുണ്ട്, മനസ്സിൻ്റെ ഭാഷയുണ്ട്. ഇതിൽ ഏത് ഭാഷയാണ് അള്ളാഹ്ക്ക് തിരിയാത്തത്? വനഅലമു മാ തുവസ്വിസു ബിഹി നഫ്സു വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്. സൂറത്തു ഖാഫിലെ 16-ാമത്തെ ആയത്താണ്. നമ്മുടെ മനസ്സ് മന്ത്രിക്കുന്ന മനസ്സിൻ്റെ ഭാഷ, നമ്മുടെ വിചാര ഭാഷ, അത് വേറെ ആർക്കും അറിയില്ല. ആ വിചാരിക്കുന്ന ആൾക്കും അള്ളാഹ്ക്കും മാത്രമേ അറിയൂ. അതുപോലും കൃത്യമായി അറിയുന്നവനാണ് അള്ളാഹ്. അപ്പോൾ ഇടയാളന്മാരെ നമ്മൾ സാധാരണയായി സ്വീകരിക്കേണ്ടി വരുന്നു. ഒന്നുകിൽ നമ്മൾ പോകുന്ന ആൾ നമ്മളെപ്പറ്റി അറിയില്ല, അല്ലെങ്കിൽ രണ്ടാമത്തേത് അദ്ദേഹത്തിന് അറിയുമെങ്കിൽ പോലും നമ്മൾ പറയുന്ന ചില കാര്യങ്ങൾ അദ്ദേഹത്തിന് വ്യക്തമായി എന്ന് വരില്ല. അപ്പോൾ വ്യക്തമാക്കി കൊടുക്കാൻ ഭാഷ അറിയുന്ന ഒരാൾ ഇടയിൽ വേണം.
ഈ പറഞ്ഞ രണ്ട് കാര്യം അള്ളാഹുലേക്ക് ചേർത്തി പറയാൻ കഴിയാത്തതാണ്. കാരണം അള്ളാഹുവിൻ്റെ അറിവ് ഇതിനൊക്കെ അപ്പുറത്താണ്. അള്ളാഹുവിന് അറിയാത്ത ഒരു ഭാഷയുമില്ല. മൂന്നാമത്തത് എപ്പോഴും നമ്മൾ ഇടയാളന്മാരെ സമീപിക്കേണ്ടി വരുന്നത്, ചില ആളുകളുണ്ട്, അവർ നേർക്ക് നേരെ ഒരു കാര്യം ചെയ്തു തരൂല, അനീതിയുടെ വക്താക്കളാണ്. എന്തെങ്കിലുമൊക്കെ കൈമടക്ക് കിട്ടിയാൽ, കൈക്കൂലി കിട്ടിയാൽ മാത്രമേ കാര്യങ്ങൾ ചെയ്തു തരൂ. അല്ല ഇതുപോലെയാണോ? അല്ല. നമ്മൾ സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ആളുകൾ അരികിലേക്ക് പോകുമ്പോഴാണല്ലോ ഒരു മധ്യവർത്തിയെ സമീപിക്കുന്നത്. എന്താ കാരണം? അദ്ദേഹം നീതിമാനല്ല. നീതിമാനാണെങ്കിൽ നമ്മൾ പറഞ്ഞാലും ചെയ്തു തരണ്ടേ? നീതിമാനായിരുന്നുവെങ്കിൽ നമ്മൾ പറഞ്ഞാലും ഇവർ ഉദാഹരണം പറയുന്ന ഭരണാധികാരികളോ രാജാക്കന്മാരോ നമ്മൾ പറഞ്ഞ കാര്യം ശരിയാക്കി തരണമല്ലോ. അപ്പോൾ ചില ആളുകൾ നീതിമാന്മാരല്ല, അവർ നേർക്കുനേരെ ഒരു കാര്യം ചെയ്തു കൊടുക്കൂല, കൈക്കൂലി വാങ്ങുന്ന ആളുകളായിരിക്കും, കൈമടക്ക് കിട്ടണം. അതുകൊണ്ട് അവിടെ അരികിലേക്ക് ചിലപ്പോൾ ഇടയാളന്മാരെ നമ്മൾ കൊണ്ടുപോകണം. എന്നാൽ അല്ല ഇതുപോലെ കൈക്കൂലി കിട്ടിയാലേ അല്ല കാര്യങ്ങൾ ശരിയാക്കി തരുള്ളൂ? എന്തെങ്കിലും അള്ളാഹ്ക്ക് കൈമടക്ക് കിട്ടിയാലാണോ അല്ല നമ്മുടെ കാര്യങ്ങൾ കേൾക്കുക? അല്ല ഒരു അനീതിയും കാണിക്കുകയില്ല എന്ന് വളരെ വ്യക്തമായി ഖുർആൻ പറഞ്ഞില്ലേ? വമാ അന ബിളല്ലാമിൽ ലിൽ അബീദ്. അനീതി കാണിക്കൂല എന്നല്ല, അനീതിയുടെ ഒരു കണിക പോലും അല്ല ഒരാളോടും കാണിക്കില്ല. എന്നിരിക്കെ അത്രമാത്രം നീതിമാനായ ഒരു അള്ളാഹുവിലേക്ക്, ദൈവത്തിലേക്ക് അടുക്കാൻ, ചോദിക്കാൻ ഇടയാളന്മാർ വേണമെന്ന് പറയുന്നത് അത് എത്രമാത്രം ഖുർആനിനെതിരാണ് എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അപ്പോൾ ഇടയാളന്മാരെ സ്വീകരിക്കാനല്ല, ഇടയാളന്മാർ പാടില്ല എന്ന് പഠിപ്പിക്കാനാണ് ഖുർആനിലെ സകല ആയത്തുകളും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇനി മറ്റൊന്ന്, ചിലപ്പോൾ നമ്മൾ ഇടയാളന്മാരെ സമീപിക്കേണ്ടി വരുന്നത്, നമ്മൾ പോകുന്ന ആള് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ആളാണ്, മഹാപിടിവാശിക്കാരനാണ്, ക്രൂരനാണ്. ഇപ്പൊ വിട്ടുവീഴ്ച ചെയ്യാത്ത പിടിവാശിക്കാരനായ വലിയ ക്രൂരനായ ഒരു വ്യക്തിയാണെങ്കിൽ ചിലപ്പോ നമ്മൾ നേർക്കുനേരെ പോയി പറഞ്ഞാലോ ആവശ്യപ്പെട്ടാലോ ഒന്നും ചെയ്തു തരൂല. അന്നേരം എന്ത് വേണം? അദ്ദേഹവുമായി പരിചയമുള്ള, അദ്ദേഹം വളരെ ഇഷ്ടപ്പെടുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അയാളെ ഒന്ന് പിടിച്ച് കാര്യങ്ങൾ നേടണം. എന്നാൽ അല്ല ഇതുപോലെ പിടിവാശിക്കാരനാണോ? അല്ല ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്തവനാണോ? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് അസ്-സുമറിലെ 53-ാമത്തെ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷക്ക് വക നൽകുന്ന ആയത്ത് ഏത് എന്ന് ചോദിച്ചപ്പോൾ ഈ പറയുന്ന ആയത്താണ് മറ്റൊരു സ്വഹാബി അതിന് ഉത്തരമായി പറഞ്ഞത്. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. ലോകത്തെ ഏറ്റവും വലിയ പിടികിട്ടാപ്പുള്ളിയ, ഏറ്റവും വലിയ ക്രിമിനലായ വ്യക്തിക്ക് പോലും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത്. യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ. സ്വന്തം ജീവിതത്തിൽ, സ്വന്തം ശരീരത്തിനോട് യാതൊരുവിധ കണക്കുമില്ലാതെ, അതിരുമെതിരുമില്ലാതെ തെറ്റുകൾ ചെയ്തു പോയിരിക്കുന്ന, ഹറാമുകൾ ചെയ്തു കൂട്ടിയിരിക്കുന്ന മനുഷ്യരെ, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാൻ പാടില്ല. എന്താണ് തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്കുള്ള നിരാശ? അവർക്ക് മഴ ലഭിക്കില്ലെന്നോ, വായു ലഭിക്കില്ലെന്നോ, വസ്ത്രം ലഭിക്കില്ല, ഇതൊന്നുമല്ല അവരെ നിരാശ. ഇതെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പിന്നെ തെറ്റുകുറ്റങ്ങൾ ചെയ്തിരിക്കുന്ന ആളുകൾക്കുള്ള നിരാശ എന്താണ്? ഞങ്ങൾക്കിനി നന്നാകാൻ സാധ്യമല്ല, ദൈവം ഞങ്ങളെ കൈയൊഴിഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് സ്വർഗരാജ്യത്തേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ട് ഇടയാളന്മാർ വേണം, ഇടത്തട്ടു കേന്ദ്രങ്ങൾ വേണം, മധ്യവർത്തികൾ വേണം. ഇതാണല്ലോ കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകൾക്കുണ്ടാകുന്ന നിരാശ. അല്ല പറഞ്ഞു, ഏറ്റവും വലിയ കുറ്റവാളിയുടെ മനസ്സിനെ പോലും കൃത്യമായി അറിയുന്ന അല്ല പറഞ്ഞു, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാ, നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തെ സംബന്ധിച്ച് നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ, തീർച്ചയായും അള്ളാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും. ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം, അവൻ ഏറെ പൊറുക്കുന്നവനും ഏറെ കരുണ കാണിക്കുന്നവരുമാണ്. അപ്പൊ ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത പിടിവാശിയോടുകൂടെ എങ്ങനെയെങ്കിലും ആളുകളൊക്കെ നരകത്തിൽ കൊണ്ടുപോയി തള്ളണം എന്നതിന് അവസരം കാത്തിരിക്കുന്ന ഒരു റബ്ബിനെ അല്ല ഖുർആൻ പഠിപ്പിക്കുന്നത്.
യഥാർത്ഥത്തിൽ ഈ ഒരൊറ്റ ആയത്തിൻ്റെ ആശയം മനസ്സിലാക്കിയാൽ മതിയായിരുന്നു നമ്മുടെ നാട്ടിലുള്ള, നമ്മുടെ രാജ്യത്തുള്ള സകലമാന ഇടത്തട്ട് കേന്ദ്രങ്ങളെയും കഴിയൊഴിക്കാൻ ജനങ്ങൾക്കത് മാത്രം മതി. അള്ളാഹ് ആരെയാണ് ഈ ആയത്തിൽ വിളിക്കുന്നത്? നമസ്കരിച്ചവരെ എന്നല്ല, നോമ്പനുഷ്ഠിച്ചവരെ എന്നല്ല, മുത്തക്കികളെ എന്നല്ല, സ്വാലിഹീങ്ങളെ എന്നല്ല. അള്ളാഹ് വിളിച്ചത് ഹറാമ് ചെയ്തവരെ എന്നുമല്ല. പിന്നെ ആരെയെ വിളിച്ചത്? ഹറാമുകൾ തന്നെ ഒരു കണക്കുമില്ലാതെ പരിധി വിട്ട് ചെയ്തു പോയിരിക്കുന്ന എൻ്റെ അടിമകളെ, നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല, നിങ്ങൾക്ക് അള്ളാഹ് എല്ലാ പാപവും പുറത്തു തരും. ഇങ്ങനെ പറഞ്ഞ് പഠിപ്പിച്ചിരിക്കുന്ന ഒരു അള്ളയാണ് ഖുർആൻ പഠിപ്പിക്കുന്ന ഇലാഹ്, ആരാധ്യൻ എന്നിരിക്കെ ആ അള്ളാഹുലേക്ക് അടുക്കാൻ ഇടയാളന്മാർ വേണമെന്ന് പറയുന്നത് എത്രമാത്രം ഖുർആനിൻ്റെ ആശയത്തിന് വിരുദ്ധമാണ് എന്ന് നമ്മൾ ആലോചിച്ച് നോക്കൂ. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ ഇടയാളന്മാരെ സമീപിക്കുന്നത് ഇങ്ങനെയുള്ള ചില ആളുകളിലേക്ക് പോകുമ്പോഴാണ്. പിടിവാശിക്കാരൻ, ദുർവാശിക്കാരൻ, വിട്ടുവീഴ്ച ചെയ്യാത്തൻ, വളരെ വലിയ ക്രൂരനായ വ്യക്തി, ഇങ്ങനെയുള്ള ആളുകളുടെ അരികിലേക്ക് പോകുമ്പോൾ ചിലപ്പോൾ ഇടയാളന്മാർ വേണ്ടി വരും. പക്ഷെ അള്ളാഹ് അങ്ങനെയുള്ള ഒരാളാണോ? അല്ല എന്നാണ് ഖുർആൻ തന്നെ പറയുന്നത്. ഇനി മറ്റൊന്ന്, സ്വന്തം പ്രജകളുടെ കാര്യത്തിൽ ഒരു താല്പര്യം ഉണ്ടാവില്ല, ഒരു കാര്യം ചെയ്തു കൊടുക്കില്ല. സ്വന്തം കാര്യത്തിൽ മാത്രം, സ്വന്തം സുഖത്തിൽ മാത്രം ചിന്തിക്കുകയും സ്വന്തം സുഖത്തിനും സ്വന്തം രക്ഷയ്ക്കും മാത്രം പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്ന ആളുകളാണ് എങ്കിൽ അവരോട് നമുക്ക് വല്ല കാര്യവും നേടണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മധ്യവർത്തികളോ ഇടയാൾമാരോ വേണ്ടി വരും. ഇതുപോലെയാണ് അള്ളാഹിൻ്റെ കാര്യം മാത്രമേ നോക്കുന്നുള്ളൂ. അള്ളാഹിൻ്റെ പടപ്പുകളോ ഒരു കാര്യത്തിലും അള്ളാഹ്ക്ക് ഒരു ശ്രദ്ധയില്ല. അങ്ങനെ അള്ളാഹിൻ്റെ കാര്യത്തിൽ മാത്രം സുഖിച്ച് സന്തോഷിച്ച് അർമാദിച്ച് കളയാണ്. മനുഷ്യന്മാരുടെ കാര്യത്തിലോ മറ്റുള്ള ജീവജാലങ്ങളുടെ കാര്യത്തിലോ അള്ളാഹ്ക്ക് ഒരു ശ്രദ്ധയില്ല എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അങ്ങനെയാണ് എങ്കിൽ അള്ളാഹുലേക്ക് അടുക്കാൻ ചിലപ്പോൾ ഇടയാൾമാർ വേണ്ടി വരും എന്ന് പറയാം. പക്ഷെ അള്ളാഹ് എന്താ ചെയ്തത്? അള്ളാഹ് ഈ പ്രപഞ്ചത്തിൽ സൃഷ്ടിച്ചിരിക്കുന്ന പരമാണു മുതൽ ഉന്നതമായ ഗാലക്സി കൂട്ടങ്ങൾ വരെ, അതിനപ്പുറവും ഇപ്പുറമുള്ള എന്തൊക്കെയുണ്ടോ അതിനൊക്കെ അങ്ങ് സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതൊക്കെ എങ്ങനെയാണ് നിലനിൽക്കേണ്ടത്, പ്രവർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത്, മുന്നോട്ട് പോകേണ്ടത് എന്നതുപോലും കൃത്യമായി അതിന് റൂട്ട് നിശ്ചയിച്ചു കൊടുത്തു. മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ഫിർഔൻ ചോദിച്ചില്ലേ, മൻ റബ്ബുക്കുമായ മൂസ, നിങ്ങൾ പരിചയപ്പെടുത്തുന്ന റബ്ബ് ആരാണ്? അതിന് മൂസാ നബി പറഞ്ഞിരിക്കുന്ന അതിമനോഹരമായ വളരെ സമഗ്രമായൊരു മറുപടി നമുക്കറിയാം. റബ്ബുനല്ലദീ അഅ്താ കുല്ല ശൈഇൻ ഖൽഖഹു സുമ്മ ഹദാ. സൂറത്തു ത്വാഹയിൽ 50-ാമത്തെ ആയത്താണത്. ഞങ്ങളുടെ റബ്ബ്, ദൈവമെന്ന് രക്ഷിതാവെന്ന് പറയുന്നത് എല്ലാ സൃഷ്ടികളെയും ഉണ്ടാക്കുകയും എന്നിട്ടോ സുമ്മ ഹദാ, അത് എങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിച്ചുകൂടാ, അതിന് കൃത്യമായി അതിൻ്റെ ജീവിത മാർഗം, ഗൈഡ് ലൈൻ നൽകുകയും ചെയ്തു. വറഹ്മത്തി വസിഅത്ത് കുല്ല ഷൈഇൻ, അള്ളാഹുവിൻ്റെ കാരുണ്യം എല്ലാ വസ്തുക്കൾക്കും വിശാലമാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന വിഷയം, സാധാരണഗതിയിൽ ഇടയാളന്മാരെ സമീപിച്ച് നമുക്ക് പോകേണ്ടി വരുന്നത് ആരുടെ അരികിലേക്കാണ്? സ്വന്തം കാര്യം മാത്രം നോക്കുകയും അനുയായികളുടെ, പ്രജകളുടെ കാര്യത്തിൽ ഒരു താല്പര്യവുമില്ലാതെ സ്വജനപക്ഷപാതത്തോടെ അല്ലെങ്കിൽ ഏകാധിപതികളായി കഴിയുന്ന ആളുകളുടെ ഭരണാധികാരിയുടെ അരികിലേക്ക് ചിലപ്പോൾ ഇടയാളന്മാർ വേണ്ടി വരും. എന്നാൽ അള്ളാഹുവിൻ്റെ അരികിലേക്ക് ഇടയാളന് വേണ്ടി വരുമെന്ന് പറയുമ്പോഴും ഈ അവസ്ഥയിൽ വരുന്നത് യഥാർത്ഥത്തിൽ അള്ളാഹ് അങ്ങനെയാണോ? അള്ളാഹ് അങ്ങനെയല്ല. അള്ളാഹ് എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നു. എല്ലാവരുടെയും കാര്യങ്ങൾ, രക്ഷയ്ക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ, സഹായങ്ങൾ, വിഭവങ്ങളൊക്കെ അള്ളാഹു നൽകിക്കൊണ്ടിരിക്കുന്നു. എന്നിരിക്കെ നമ്മൾ പോലും ചോദിക്കാതെ നമ്മുടെ രക്ഷയുടെ കാര്യങ്ങൾ ഓരോന്നും നമ്മുടെ ശരീരത്തിലും ഈ പ്രകൃതിയിലും നിശ്ചയിച്ചവനാണ് അള്ളാഹു എന്നിരിക്കെ ആ അള്ളാഹുവിനോട് ചോദിക്കാൻ ഇടയാൾമാർ വേണം എന്ന് പറയുന്നത് അത് ഇസ്ലാമികമാണോ അനിസ്ലാമികമാണോ എന്ന് നമുക്ക് ചിന്തിച്ചാൽ ബോധ്യമാകും. ഓരോ മേഖലയിലും. ആ വിഷയം ഇനി കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. അള്ളാഹു ആരാണ് എന്ന ചോദ്യം ചോദിച്ചു മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ. നമുക്കറിയാം, സൂറത്തു അൽ ബഖറയിലെ 186-ാമത്തെ ആയത്ത്, ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ്. എന്നെ സംബന്ധിച്ച്, ദൈവത്തെ സംബന്ധിച്ച്, അള്ളാഹുവിനെ സംബന്ധിച്ച് ആളുകൾ ചോദിക്കുന്നുണ്ട്. ഇത് ഏത് കാലഘട്ടത്തിലുള്ള സംശയമാണ്? അള്ളാഹ് എവിടെയാണ്? പാപികളായ ഞങ്ങൾക്ക് അള്ളാഹുവിലേക്ക് നേർക്കുനേരെ അടുക്കാൻ കഴിയുമോ? ഞങ്ങൾ പാപികളാണ്, ദോഷികളാണ്. തെറ്റുകുറ്റങ്ങൾ കുന്നകൾ കണക്ക് വഹിക്കുന്ന ഞങ്ങൾക്ക് ദൈവത്തിലേക്ക്, അള്ളാഹുവിലേക്ക് നേർക്കുനേരെ അടുക്കാൻ സാധ്യമാണോ എന്ന സംശയം ഏത് കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അക്കാലഘട്ടത്തിലും ഉണ്ടായി. അങ്ങനെ ഉണ്ടായപ്പോൾ അവർ മുഹമ്മദിനോട് ചോദിച്ചു, അള്ളാഹ് എവിടെയാണ്? ഞങ്ങൾക്ക് നേർക്കുനേരെ അള്ളാഹുവിനോട് അടുക്കാൻ കഴിയുമോ?
ഇതിന് അക്കാലഘട്ടത്തിലേക്കും ഏത് കാലഘട്ടത്തിലേക്കും പറ്റിയിരിക്കുന്ന ഒരു ഉത്തരമാണ് അല്ലാഹ് പറഞ്ഞത്. ഫ ഇന്നി ഖരീബ്, ഞാൻ വളരെ ഖരീബാണ്. ഖരീബ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഖരീബ് എന്ന് പറഞ്ഞാൽ അടുപ്പിക്കുവാൻ അകൽച്ചയില്ലാത്ത വിധം അടുത്തിരിക്കുന്നവൻ. അടുപ്പിക്കുവാൻ അകൽച്ചയില്ലാത്ത വിധം അടുത്തിരിക്കുന്നവൻ, അതാണ് ഖരീബ്. ഷെയ്ഖിനെ വിളിച്ച് അള്ളാഹുവിലേക്ക് ഇടത്തേട്ടം നടത്തുന്ന വ്യക്തി ഷെയ്ഖാണോ തന്നിലേക്ക് അടുത്തിരിക്കുന്നത്, അള്ളയാണോ തന്നിലേക്ക് അടുത്തിരിക്കുന്നത് എന്ന് ആദ്യം ആലോചിച്ചാൽ മതി. വനഹ്നു അഖ്റബു ഇലൈഹി മിൻ ഹബിലിൽ വരീദ്, മനുഷ്യന്റെ ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നവനാണ് അള്ളാഹു. ഏതെങ്കിലും ഒരു ആയത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഇവരെ വിളിക്കുന്ന ഏതെങ്കിലും ഷെയ്ഖുമാരോ ബീവിമാരോ തങ്ങന്മാരോ മനുഷ്യന്റെ അരികിലേക്ക് ഇത്രമാത്രം അടുത്തവനാണ് എന്ന് സ്ഥാപിക്കാൻ കഴിയുമോ? അള്ളാഹ് പറഞ്ഞു, ഞാൻ നിങ്ങളിലേക്ക് വളരെ അടുത്തിരിക്കുന്നു. എത്രത്തോളം? അടുപ്പിക്കുവാൻ അകൽച്ചയില്ലാത്ത വിധം അടുത്തിരിക്കുന്നു, ഒട്ടിച്ചേർന്നിരിക്കുന്നു, ജീവനാഡിയേക്കാൾ അടുത്തിരിക്കുന്നു. മുഹൈദ്ദീൻ ഷെയ്ഖാണെങ്കിലോ ആയിരക്കണക്കിന് കിലോമീറ്റർ അപ്പുറം ഇറാഖിലെ ബഗ്ദാദിൽ മറമാടപ്പെട്ടു. നമ്മുടെ നാട്ടിൽ ഏത് തങ്ങന്മാരാകട്ടെ ബീവിമാരാകട്ടെ ഹോജമാരാകട്ടെ അവരൊക്കെ നമ്മളിൽ എത്രയോ അകലത്തിലാണ്. അപ്പോൾ അകലത്തിലുള്ള ആളുകളെ വിളിച്ചുകൊണ്ട് ഏറ്റവും അടുത്തിരിക്കുന്ന അള്ളാഹുവിനെ നമ്മളിലേക്ക് അടുപ്പിക്കുക എന്ന് പറയുന്നത് തന്നെ എത്രമാത്രം വിഡ്ഢിത്തമാണ്, ബുദ്ധിശൂന്യമാണ് എന്നത് ആലോചിച്ചാൽ മനസ്സിലാകും. ഈ വിഷയത്തിന് ഒരു ഭാഗം അവസാനിപ്പിക്കാം. രണ്ടാമത്തെ ഭാഗം, എന്തുകൊണ്ടാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കേണ്ടത്? ആർക്കും തർക്കമില്ലാത്ത 3 കാര്യങ്ങൾ പറയാം. നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങൾക്കിടയിൽ ഒരുപാട് വിഭാഗങ്ങളുണ്ട്. സുന്നി, മുജാഹിദ്, ജമാഅത്ത്, തബ്ലീഗ്. ഇതിൽ ആർക്കും തർക്കമില്ലാത്ത 3 കാര്യങ്ങൾ. അതോടുകൂടെ വിഷയം അവസാനിക്കും. എന്തുകൊണ്ടാണ് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കേണ്ടത്? 1, വിശുദ്ധ ഖുർആനിൽ പ്രതിപാദിച്ചിരിക്കുന്ന മുഴുവൻ പ്രാർത്ഥനകളും അള്ളാഹുവോട് മാത്രം. നമ്മുടെ നാട്ടിലെ സുന്നിക്കോ മുജാഹിദിനോ ജമാഅത്തിനോ തർക്കമുണ്ടോ? പരിശോധിക്കാം. വിശുദ്ധ ഖുർആനിൽ അൽ ബഖറ മുതൽ അവസാനത്തെ സൂറത്ത് വരെ, അല്ലെങ്കിൽ ഫാത്തിഹ മുതൽ അവസാനത്തെ സൂറത്ത് വരെ ചെറുതും വലുതുമായ നിരവധി പ്രാർത്ഥനകൾ വന്നിട്ടില്ലേ? റബ്ബനാ ലാ തുആഖിദിനാ ഇൻ നസീനാ ഔ അഖ്തഇനാ. സൂറത്ത് അൽ ബഖറയുടെ അവസാന ഭാഗം ആരുടെ പ്രാർത്ഥന? അള്ളാഹുവോട്. സൂറത്ത് അൽ ബഖറയിൽ തന്നെ 200, 201 പ്രാർത്ഥന ആയത്തുകൾ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ഹദീസുകളിൽ കാണാം ഈ പ്രാർത്ഥനയാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ ആവർത്തിച്ച പ്രാർത്ഥന. ആരുടെ പ്രാർത്ഥന? റബ്ബന, അള്ളാഹുവോട്. മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയോ? റബ്ബി റഹംഹുമാ കമാ റബ്ബയനി സഗീറ. നല്ല വിജ്ഞാന വർദ്ധനവിന് വേണ്ടിയുള്ള പ്രാർത്ഥനയോ? റബ്ബി സിദ്നി ഇൽമ. സന്താനങ്ങൾക്ക് വേണ്ടി, നല്ല ഇണകൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബന ഹബിലനാ മിൻ അസ്വാജിനാ വദുർരിയാതിനാ ഖുർറത അഅ്യുൻ. നമുക്ക് മുൻപേ അള്ളാഹുവിന്റെ അരികിലേക്ക് എത്തിയിരിക്കുന്ന മുഴുവൻ വിശ്വാസികൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന റബ്ബന അഗ്ഫിർ ലനാ വലി ഇഖ്വാനിനാ അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജഅൽ ഫീ ഖുലൂബിനാ ഇല്ലൽ ലില്ലദീന ആമനൂ റബ്ബന ഇന്നക റഊഫുർ റഹീം. വിശുദ്ധ ഖുർആൻ പ്രതിപാദിച്ചിരിക്കുന്ന സകലമായ പ്രാർത്ഥനയും നേർക്കുനേരെ അള്ളാഹുവോടാണ് എന്നുള്ളതുകൊണ്ട് നമ്മളും പറയുന്നു പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. ഇതൊരു പുതിയ ആശയമാണോ? ഇവരീ പറയുന്നത് പോലെ 20ഓളം ആയത്തുകൾ ഇടയാളന്മാരെ വിളിച്ചുകൊണ്ട് തേടാൻ ഖുർആൻ കൽപ്പിക്കുന്നുണ്ടെങ്കിൽ, ഖുർആനിൽ തെളിവുണ്ടെങ്കിൽ, ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രാർത്ഥനയിൽ ഒരു ഇടയാളനെ വിളിച്ചുള്ള തേട്ടം വേണ്ടേ? അത് ഇല്ലാത്തത് കൊണ്ട് മുജാഹിദുകൾ പറയുന്നു പ്രാർത്ഥന നേർക്കുനേരെ അള്ളാഹുവോട് മാത്രം. ഇതിൽ തർക്കിക്കേണ്ടതുണ്ടോ? ഇതിലൊരു ഖണ്ഡന മണ്ഡല പ്രസംഗമോ വാദപ്രതിവാദ ആവശ്യമുണ്ടോ? നമ്മുടെയും സുന്നി സുഹൃത്തുക്കളുടെയും ജമാഅത്തുകാരുടെയും എല്ലാവരുടെയും കൈകളിലുള്ള ഖുർആൻ ഒന്നാണ്, ഒരു വ്യത്യാസവും ഇല്ല. അതിനകത്ത് വന്നിരിക്കുന്ന സകലമായ പ്രാർത്ഥനയും ഒന്നുകിൽ റബ്ബന, അല്ലെങ്കിൽ റബ്ബി, അല്ലെങ്കിൽ അല്ലാഹുമ്മ, നേർക്കുനേരെ അള്ളാഹു വിളിച്ചുകൊണ്ട്. രണ്ടാമത്തെ കാരണം, എന്തുകൊണ്ട് അള്ളാഹുവിനെ മാത്രം വിളിക്കണം? രണ്ടാമത്തെ കാരണം, ലോകത്ത് വന്നിരിക്കുന്ന സകലമായ പ്രവാചകന്മാരും ആ പ്രവാചകന്മാരുടെ മുഴുവൻ പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രം. ആരാണ് പ്രവാചകന്മാര്? മനുഷ്യന്മാരെങ്ങനെയാണ് ജീവിക്കേണ്ടത്, എങ്ങനെ ജീവിച്ചുകൂടാ
എങ്ങനെയാണ് ആരാധന നിർവഹിക്കേണ്ടത്, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആഘോഷങ്ങളും ഒക്കെ എങ്ങനെയായിരിക്കണം, വിവാഹം എങ്ങനെയായിരിക്കണം, ഒരു മനുഷ്യൻ മരിച്ചാൽ എങ്ങനെയാണ് മരണാനന്തര കർമ്മങ്ങൾ നടത്തേണ്ടത്, ജീവിതത്തിൻ്റെ വിപൽ ഘട്ടങ്ങളിൽ മനുഷ്യൻ പ്രാർത്ഥിക്കുമ്പോൾ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, പാപമോചനത്തിന് എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നിത്യാദി ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അറിഞ്ഞിരിക്കേണ്ട, പാലിച്ചിരിക്കേണ്ട സകലമാന കാര്യങ്ങളും പഠിപ്പിക്കുവാൻ അള്ളാഹ് നിയോഗിച്ചിരിക്കുന്ന ആളുകൾ ആരാണോ അവരെയാണ് പ്രവാചകന്മാർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ പ്രവാചകന്മാർ എങ്ങനെയാണ് മനുഷ്യർ പ്രാർത്ഥിക്കേണ്ടത് എന്നും പഠിപ്പിച്ചിട്ടുണ്ടാകുമല്ലോ. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകന്മാരുടെ പ്രാർത്ഥനകൾ ഓരോന്നും പരിശോധിച്ചാലും എല്ലാ പ്രവാചകന്മാരും നേർക്കുനേരെ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ച് നടത്താൻ കഴിയും. ലോകത്ത് മനുഷ്യനുണ്ടായതിൽ വെച്ച് ഏറ്റവും ആദ്യം നിർവഹിച്ച പ്രാർത്ഥന ഏതാണ്? ആ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു പ്രാർത്ഥന ഇല്ല. മനുഷ്യ സമൂഹം ഉണ്ടായതിൽ വെച്ച് നിർവഹിച്ചിരിക്കുന്ന ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന നമുക്കെല്ലാവർക്കും അറിയാം. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹവ്വാ ബീവിയുടെയും പ്രാർത്ഥന വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൽ അറാഫിൽ 27-ാമത്തെ ആയത്താണത്. റബ്ബന വലംനാ അൻഫുസനാ വഇല്ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. നമ്മുടെ നാട്ടിലെ സുന്നി സഹോദരന്മാർ കുറച്ചു മുൻപ് ചില ശ്രദ്ധേയമായ സന്ദേശത്തിൽ ചില ക്യാമ്പയിൻ നടത്തിയിരുന്നു. അതിൽ ഒരു സന്ദേശം എന്ത് ചോദിച്ചാൽ പൂർവിക പാത പവിത്രപാത. മറ്റൊരു ക്യാമ്പയിൻ പാരമ്പര്യത്തിലേക്ക് പൈതൃകത്തിലേക്ക്. ശരി, നമുക്ക് ആലോചിച്ച് നോക്കാം. പാരമ്പര്യത്തിലേക്ക് പൈതൃകത്തിലേക്ക് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യം എന്താണ്? നേർക്കുനേരെ അള്ളാഹുവോട് ചോദിക്കുന്ന പ്രാർത്ഥനയാണോ, ഇടയാളന്മാരെ വെച്ചുള്ള പ്രാർത്ഥനയാണോ? ഏത് പ്രാർത്ഥനക്കാണ് ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യമുള്ളത്? തെളിവ് ഖുർആനിൽ നിന്നാകട്ടെ. നേരത്തെ പറഞ്ഞു, മനുഷ്യ സമൂഹം ഉണ്ടായതിൽ വെച്ച് നിർവഹിച്ച ഏറ്റവും ആദ്യത്തെ പ്രാർത്ഥന റബ്ബന വലംന അൻഫുസന. ഞങ്ങളോട് തന്നെ ചില ദുൽമ ചെയ്തു, തെറ്റുകൾ ചെയ്തു പോയി, നീ ഞങ്ങൾക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, ഞങ്ങൾ കരുണ കാണിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ മഹാനഷ്ടക്കാരിൽ പെട്ടുപോകും. ഇത് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെയും പ്രാർത്ഥനയാണ്. ഈ പ്രാർത്ഥനയ്ക്ക് മുൻപ് ഒരു പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനകളുടെ ചരിത്രം പരിശോധിക്കുകയാണ് എങ്കിൽ ഏറ്റവും പഴക്കം ചെന്ന പ്രാർത്ഥന എന്ന് പറയുന്നത് ഇടനിലക്കാരെ വെച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, നേർക്കുനേരെ അള്ളാഹുവിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ പാരമ്പര്യത്തിലേക്ക് പൈതൃകത്തിലേക്ക് എന്ന് പറയുമ്പോൾ പ്രാർത്ഥനയുടെ വിഷയത്തിൽ ഏറ്റവും പഴക്കം ചെന്ന പാരമ്പര്യം എന്ന് പറയുന്നത് ഇടനിലക്കാരെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയല്ല, നേർക്കുനേരെ റബ്ബിനെ വിളിച്ചുകൊണ്ടുള്ള പ്രാർത്ഥനയാണ്. അപ്പോൾ നമ്മൾ മുജാഹിദുകൾ ക്ഷണിക്കുന്നത് എവിടേക്കാണ്? ചരിത്രത്തിന്റെ സത്യസന്ധമായ തെളിവിന്റെ അടിസ്ഥാനത്തിൽ, പിൻബലത്തിന്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും പഴക്കം ചെന്ന അള്ളാഹുവിനെ നേർക്കുനേരെ വിളിക്കുന്ന പ്രാർത്ഥനയുടെ പാരമ്പര്യത്തിലേക്കാണ് നമ്മൾ ക്ഷണിക്കുന്നത്. അപ്പോൾ പൂർവിക പാത പവിത്രപാത എന്ന് പറയുമ്പോൾ ഏറ്റവും പവിത്രമായ പൂർവിക പാത പിൻപറ്റുന്നത് ആരാണ്? അത് മുജാഹിദുകളാണ്. മുജാഹിദുകൾ അല്ലാത്ത ഇത്തരം വിഷയങ്ങൾ നമുക്കെതിരെ ആരോപിക്കുന്ന നമ്മുടെ സഹോദരന്മാരല്ല എന്ന് മനസ്സിലാക്കാം. അപ്പോൾ ഒരു സംശയം ഉണ്ടാകും, ആദം അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ അവിടെ വേറെ മനുഷ്യന്മാരാരും ഇല്ലല്ലോ. ശരി, മനുഷ്യരെ ഇല്ലാത്തതുള്ളൂ. അള്ളാഹുവിൻ്റെ സ്രട്ടന്മാരായ മലക്കുകളിലെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിലെ അവരെ ഇടയാളന ആക്കിക്കൊണ്ടോ അല്ലെങ്കിൽ അവരോട് നേർക്കുനേരെ പ്രാർത്ഥിക്കുന്നയോ പ്രാർത്ഥന ആദം അലൈഹി സ്വലാത്തു വസ്സലാം നടത്തിയിട്ടുണ്ടോ? മറ്റൊന്ന്, ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ മഹദി ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചില്ലേ? എന്നാൽ ആ ഹവ്വ അലൈഹി സ്വലാത്തു വസ്സലാമിന് ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഇടനിലക്കാരനാക്കിക്കൊണ്ടോ അദ്ദേഹത്തിന്റെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ടോ അല്ല അദ്ദേഹത്തോട് തന്നെ നേരിട്ടോ പ്രാർത്ഥിക്കാമായിരുന്നില്ലേ? ഉണ്ടായില്ല. മനുഷ്യ സമൂഹത്തിലെ ആദ്യത്തെ മാതാവും പിതാവും ആരോട് നേർക്കുനേരെ പ്രാർത്ഥിച്ചോ ആ മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളായ നമ്മളെല്ലാവരും ആ അള്ളാഹുവിനോട് നേർക്കുനേരെ പ്രാർത്ഥിക്കണമെന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പുത്തനാശയമായി മാറുന്നത്? ആദ്യത്തെ മാതാവിനെയും പിതാവിനെയും അനുസരിക്കുന്ന, അവരെ ആദരിക്കുന്ന ഒന്നല്ലേ നേർക്കുനേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത്? രണ്ടാമത്തത് മഹാൻ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പൊ എന്തുകൊണ്ട് അള്ളാഹുവോട് പ്രാർത്ഥിക്കണം എന്നതിന്റെ കാരണങ്ങളാണെന്ന് പറയും. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സകലമാന പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രം. രണ്ടാമത്തത്, ലോകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരുടെ പ്രാർത്ഥന. അതിൽ നമ്മൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പറഞ്ഞു. രണ്ടാമത്തെ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന നമുക്കറിയാം. ഇന്നി അഊദു ബിക
അൻ അസ്അലക മാ ലൈസ ലീ ബിഹി ഇൽം. എനിക്ക് അറിവില്ലാത്തൊരു കാര്യം റബ്ബെ നിന്നോട് ഞാൻ ചോദിച്ചു പോയതിൽ ഞാൻ നിന്നോട് രക്ഷ തേടുന്നു. നീ എനിക്ക് പുറത്തു തന്നിട്ടില്ലെങ്കിൽ, എന്നോട് കാരുണ്യം കാണിച്ചിട്ടില്ലെങ്കിൽ ഞാൻ വലിയ നഷ്ടക്കാരനായി തീരും. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥന സൂറത്ത് ഹൂദിലെ 47-ാമത്തെ ആയത്തിൽ കാണാം. നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് മുൻപ് വന്നിരിക്കുന്ന ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ വിളിച്ച് പ്രാർത്ഥിച്ചോ? ഇല്ല. നേർക്ക് നേരെ അള്ളാഹുവോട്. പിന്നെ വന്നിരിക്കുന്ന പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം, അബുൽ അംബിയാ, പ്രവാചകന്മാരുടെ പിതാവ് എന്നറിയപ്പെടുന്ന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയുള്ള നിരവധി പ്രാർത്ഥനകൾ അദ്ദേഹത്തിൻ്റെതായി വിശുദ്ധ ഖുർആനിലുണ്ട്. അദ്ദേഹത്തിന് പ്രായാധിക്യത്തിന്റെ സന്ദർഭത്തിലും ഒരു മകന് ലഭിക്കാത്ത സങ്കടം അള്ളാഹുവിനിൽ ബോധ്യപ്പെടുത്തുന്നില്ലേ? റബ്ബി ഹബിലി മിനസ്വാലിഹീൻ. സൂറത്തു സ്വാഫാത്തിലെ 100-ാമത്തെ ആയത്തിൽ കാണാൻ പ്രാർത്ഥന, അള്ളാഹുവേ നിന്നിൽ നിന്നുള്ള ഒരു സാലിഹായ സന്താനത്തെ നീ എനിക്ക് നൽകണം. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹത്തിന് മുൻപ് കഴിഞ്ഞു പോയിരിക്കുന്ന ആദം നബിയുടെയോ നൂഹ് നബിയുടെയോ മക്ബറ അന്വേഷിച്ചു പോയില്ല. ബഹുമാന്യനായ CP ഉമർ സുലമി നേരത്തെ പറഞ്ഞതുപോലെ ഏതെങ്കിലും കേന്ദ്രങ്ങളിൽ ചെന്ന് തുലാഭാരം നടത്തിയില്ല. അദ്ദേഹം പ്രതീക്ഷയോടെ പ്രാർത്ഥിക്കുകയാണ്. മുജാഹിദുകൾ പറയുന്നു, അതുകൊണ്ട് നമ്മൾ നേർക്ക് നേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. കഴിഞ്ഞില്ല. മഹാനായ യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാം, യൂസഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന് കുറെ കാലത്തിന് ശേഷം അദ്ദേഹത്തിന് നഷ്ടമായിരിക്കുന്ന പിതാവിനെയും മാതാവിനെയും ഒക്കെ തിരിച്ചു കിട്ടി. അവരുടെ സാന്നിധ്യത്തിൽ അവിടെ മുന്നിൽ വെച്ചുകൊണ്ട് അദ്ദേഹം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഖുർആനിൽ സൂറത്ത് യൂസുഫിലെ 101-ാമത്തെ ആയത്തിൽ കാണാം. റബ്ബിഖദ് ആതൈതനി മിനൽ മുൽക്ക് വഅല്ലംതനി മിൻ തഅ്വീലിൽ അഹാദീസ് ഫാത്തിറസ് സമാവാതി വൽ അർദ് അൻത വലിയ്യി ഫിദ് ദുനിയ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. എന്തുമാത്രം ഹൃദയസ്പർശിയായ പ്രാർത്ഥനയാണത്. ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന സന്ദർഭത്തിൽ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുന്നിൽ അദ്ദേഹത്തിന്റെ പിതാവും അള്ളാഹുവിന്റെ പ്രവാചകനുമായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഉണ്ട്. കറാമത്തുള്ള മുഅ്ജിസത്ത് ലഭിക്കുന്ന യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നേർക്കുനേരെ മുന്നിൽ ഉണ്ടായിട്ട് പോലും പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പ്രാർത്ഥിച്ചത് ആരോടാണ്? അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ലഭിച്ചിരിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ ഓരോന്നെടുത്ത് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുന്നു, തവഫനി മുസ്ലിമൻ വഅൽഹഖനി ബിസ്വാലിഹീൻ. നീ എന്നെ മുസ്ലിമായി മരിപ്പിക്കണം, സജ്ജനങ്ങളിൽ ഉൾപ്പെടുത്തണം. അള്ളാഹു അല്ലാത്ത ആരോടെങ്കിലും എപ്പോഴെങ്കിലും പ്രാർത്ഥിക്കുവാൻ ഇസ്ലാമിൽ ഉണ്ടായിരുന്നുവെങ്കിൽ മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം തൻ്റെ മുന്നിലുള്ള അദ്ദേഹത്തിന്റെ പിതാവും അള്ളാഹുവിന്റെ ഇഷ്ടപ്പെട്ട പ്രവാചകനുമായ യാക്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനോട് ദുആ ചെയ്യണമായിരുന്നു. പക്ഷേ ആ ദുആ കാണുന്നില്ല. അദ്ദേഹം പ്രാർത്ഥിക്കുന്നു, തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്വാലിഹീൻ. ഇങ്ങനെ വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന എല്ലാ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന, വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിൽ 18ഓളം പ്രവാചകന്മാരുടെ പേരുകൾ എണ്ണി പറഞ്ഞതിന് ശേഷം അൻആം സൂറത്തിന്റെ 90-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നത്, ഉലൈകല്ലദീന ഹദല്ലാഹ് ഫബിഹുദാഹു മുഖ്തദിഹ്. ഈ പറയുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, ആ പ്രവാചകന്മാർക്കാണ് അള്ളാഹു ഹിദായത്ത് നൽകിയത്, സന്മാർഗം നൽകിയത്. അതുകൊണ്ട് പ്രവാചക മുഹമ്മദ് നബി വിളിച്ചുകൊണ്ട് പറയുന്നു, താങ്കളും പിൻപറ്റേണ്ടത് ഇതേ പാത തന്നെയാണ്. അള്ളാഹുവോട് നേർക്ക് നേരെ പ്രാർത്ഥിച്ചിരിക്കുന്ന പ്രവാചകന്മാരുടെ പാതയാണ് താങ്കളും പിൻപറ്റേണ്ടത് എന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് മാത്രമുള്ള കൽപ്പനയല്ല, ആ പ്രവാചകന്റെ അനുയായികളായ നമ്മോടുമുള്ള കൽപ്പനയാണ്. ചോദിക്കട്ടെ, മുജാഹിദുകൾ ഒരു പുത്തനാശയമാണോ പറയുന്നത്? എന്തുകൊണ്ട് അള്ളാഹുവോട് ദുആ ചെയ്യണം? ഒന്ന്, വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സകലമാന പ്രാർത്ഥനയും അള്ളാഹുവോട്. രണ്ടാമത്തത്, ലോകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരുടെയും പ്രാർത്ഥന അള്ളാഹുവോട്. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിർവഹിക്കേണ്ട ഒരുപാട് പ്രാർത്ഥനയുണ്ട്. എല്ലാ പ്രാർത്ഥനയും അള്ളാഹുവോട്. നമുക്ക് പരിശോധിക്കാം. നമ്മുടെ നാട്ടിൽ സുന്നി സുഹൃത്തുക്കളുണ്ടല്ലോ, അവർ അവിടെ മദ്രസയിൽ ഒരുപാട് പ്രാർത്ഥനകളും മറ്റുമൊക്കെ പഠിപ്പിക്കാറുള്ള കുട്ടികളെ. ഏതെങ്കിലും ഒരു പ്രാർത്ഥന നിത്യജീവിതത്തിൽ ഒരു മുസ്ലിം ചൊല്ലിപ്പറയേണ്ട പ്രാർത്ഥനകൾ, ഏതെങ്കിലും ഒരു പ്രാർത്ഥന അള്ളാഹു അല്ലാത്ത മറ്റാരെങ്കിലും നിർവഹിക്കുന്ന കാണാൻ കഴിയുമോ? നമുക്ക് പരിശോധിക്കാം. നമ്മൾ ഓരോ ദിവസവും നമ്മുടെ ബോധ മനസ്സ് ഉണരുന്നത് എപ്പോഴാണ്? ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ. ഉറക്കിൽ നിന്ന് എഴുന്നേൽക്കുന്നത് മുതൽ വീണ്ടും ഉറങ്ങാൻ കിടക്കുന്നത് വരെ നിരവധി പ്രാർത്ഥനകളുണ്ടല്ലോ. അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പ്രാർത്ഥന അള്ളാഹുവിനെ സ്തുതിച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് എഴുന്നേൽക്കുകയാണ് ഉറക്കിൽ നിന്ന്. അൽഹംദുലില്ലാ, അള്ളാഹുവിനാണ് സ്തുതി. പ്രാർത്ഥന അള്ളാഹുവിനോടാണ്. ഒരു ഷെയ്ഖിനെയും ഓർക്കുന്നില്ല, ഒരു ബീവിയെയും ഓർക്കുന്നില്ല. അങ്ങനെ നമ്മൾ എഴുന്നേറ്റ്
പ്രാഥമിക കാര്യങ്ങൾ നിർവഹിക്കാൻ വേണ്ടി ബാത്റൂമിലേക്ക് പോകുന്നു. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബ്സി വൽ ഖബായിസ്. അല്ലാഹുവേ, സകലമാന പൈശാചികമായ മ്ലേച്ഛതകളിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ തേടുന്നു. ബാത്റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഏറ്റവും ചുരുങ്ങിയത് ഒഫ്രാനക്, അവിടെയും പ്രാർത്ഥന അല്ലാഹുവോടാണ്. അങ്ങനെ നമ്മൾ രാവിലെ സുബ്ഹ് നമസ്കരിക്കാൻ വേണ്ടി വുളു എടുക്കുന്നു. വുളുവിന് ശേഷം പ്രാർത്ഥനയുണ്ടല്ലോ, ദുആ ഉണ്ട്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അല്ലാഹുമ്മ ജഅൽനി മിനൽ തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീൻ. എല്ലാവർക്കും അറിയാം, ദുആ അല്ലാഹുവിനോടാണ്. എന്നെ ശുദ്ധിയുള്ള ആളുകൂട്ടത്തിൽ നീ ഉൾപ്പെടുത്തണമേ. അങ്ങനെ നമ്മൾ സുബ്ഹ് നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുന്നു. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എന്താ പ്രാർത്ഥന? വലത് കാൽ എടുത്ത് വെച്ച് പ്രാർത്ഥനയുണ്ട്. ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ബിസ്മില്ലാ, അള്ളാഹിന്റെ നാമത്തിലാണ്. അങ്ങനെ നമ്മൾ പ്രാർത്ഥന എല്ലാം ചൊല്ലി വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മൾ പള്ളിയിലേക്ക് എത്തുന്നു. പള്ളിയിലേക്ക് എത്തുന്ന സന്ദർഭത്തിൽ പ്രാർത്ഥനയില്ലേ? ഉണ്ട്. എന്താ പ്രാർത്ഥന? അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്. നിന്റെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ നീ എനിക്ക് തുറന്നു തരയണമേ. കൂട്ടത്തിൽ ഒരു കാര്യം പറയട്ടെ, നമ്മൾ പ്രവേശിക്കുന്നത് മദീനയിലെ പള്ളിയിലേക്കാണ് സങ്കല്പിക്കുക. മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബർ അവിടെ ഉണ്ടല്ലോ. റസൂലുള്ളാഹിയുടെ ഖബറുള്ള പള്ളിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്നതിന് പകരം യാ മുഹമ്മദ് ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? മുഹമ്മദ് നബിയെ, താങ്കളുടെ കാരുണ്യത്തിന്റെ കവാടങ്ങൾ, ബർക്കത്തിന്റെ, റഹ്മത്തിന്റെ കവാടങ്ങൾ എനിക്ക് തുറന്നു തരണമെന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിൽ സ്ഥിരപ്പെട്ടു വന്നിരിക്കുന്നത്, ഇസ്ലാമിൽ അഡ്രസ് ഉള്ള മുഴുവൻ പ്രാർത്ഥനയും നേർക്കുനേരെ അള്ളാഹുവോട്. പള്ളിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ പ്രാർത്ഥന എന്താണ്? അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളലിക. നിന്റെ ഔദാര്യത്തിൽ നിന്ന്, കാരുണ്യത്തിൽ നിന്ന് അല്ലാഹുവേ ഞാൻ ചോദിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ രണ്ട് പ്രാർത്ഥനകൾ മനസ്സിലാക്കിയാൽ മതി കേട്ടോ. മുസ്ലിം സ്ത്രീകൾക്ക് പള്ളിയിൽ പ്രവേശിക്കാൻ പറ്റുമോ ഇല്ലയോ എന്ന് വേറെ ഒരു കിതാബും പരതേണ്ടതില്ല. ഈ രണ്ട് പ്രാർത്ഥനയുടെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി. പള്ളിയിലേക്ക് കയറുമ്പോൾ അല്ലാഹുമ്മ ഇഫ്തഹ് ലി അബ്വാബ റഹ്മതിക്, നിന്റെ കാരുണ്യത്തിന്റെ കവാടം എനിക്ക് തുറന്നുകൊണ്ടാണ്. സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്ന ആളുകൾ എന്താ അതിലൂടെ പഠിപ്പിക്കുന്നത്? അവർ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ കവാടത്തിലേക്ക് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു അള്ള ഉണ്ടാകുമോ? അള്ളാഹുവിൻ്റെ കാരുണ്യം നിശ്ചയിച്ചിട്ട് ആ കാരുണ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക് പുരുഷന്മാരെ നിങ്ങൾ മാത്രം വന്നാൽ മതി, പെണ്ണുങ്ങൾ അടുക്കാൻ പാടില്ല എന്ന് പറയുമോ? അപ്പൊ സ്ത്രീകൾക്ക് പള്ളിയിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന് മനസ്സിലാക്കാൻ വലിയ ഗവേഷണം നടത്തേണ്ടതില്ല. ഈ പ്രാർത്ഥന ആശയം മതി. പള്ളി എന്ന് പറയുന്നത് കാരുണ്യത്തിന്റെ കവാടമാണ്, കേന്ദ്രമാണ്. അള്ളാഹുവിൻ്റെ കാരുണ്യത്തിന്റെ കേന്ദ്രത്തിലേക്ക്, കവാടത്തിലേക്ക് പുരുഷൻ മാത്രമേ പ്രവേശിക്കാവൂ, പെണ്ണ് പ്രവേശിക്കാൻ പാടില്ല. അങ്ങനെ ഒരു പുരുഷപക്ഷ ദൈവത്തെ, പുരുഷപക്ഷ അള്ളാഹുവിനെ ഇസ്ലാം പഠിപ്പിക്കുന്നില്ല. ഇസ്ലാമിലെ അള്ളാഹ് ആണിന്റെ അള്ളയാണ്, പെണ്ണിന്റെ അള്ളയാണ്. അതുകൊണ്ട് ആ അള്ളാഹുവിൻ്റെ കാരുണ്യം, അവൻ്റെ അനുഗ്രഹം എവിടെയുണ്ടോ അത് ആണിനും പെണ്ണിനുമൊക്കെ ഉപയോഗപ്പെടുത്താം, നിബന്ധനകൾ പാലിച്ചുകൊണ്ട്. ശരി, നമ്മുടെ വിഷയം അതല്ലാത്തതുകൊണ്ട് തിരിച്ചു വരുന്നു. നിത്യജീവിതത്തിലെ പ്രാർത്ഥനകൾ വീണ്ടും പരിശോധിക്കാം. അങ്ങനെ നമ്മൾ പള്ളിയിൽ നിന്നൊക്കെ ഇറങ്ങി നമ്മൾ വീട്ടിലെല്ലാം വന്ന് ഭക്ഷണം കഴിച്ചു. ഭക്ഷണത്തിന് ശേഷം പ്രാർത്ഥനയില്ലേ? അൽഹംദുലില്ലാഹില്ലദീ അത്അമനി വസഖാനി വജഅലനി മിനൽ മുസ്ലിമീൻ. ഇനി നമുക്കൊരാൾ ഭക്ഷണം നൽകിയാലോ? ഭക്ഷണം നൽകിയ വേണ്ടി തിരിച്ചു പ്രാർത്ഥിക്കണ്ടേ? അല്ലാഹുമ്മ അത്ഇം മൻ അത്അമനാ വസ്ഖി മൻ സഖാനാ വജഅൽനാ മിനൽ മുസ്ലിമീൻ. ഞങ്ങൾക്ക് ഭക്ഷണം നൽകിയവർക്ക് അല്ലാഹുവേ നീയും ഭക്ഷണം കൊടുക്കണം, വെള്ളം നൽകിയവർക്ക് നീയും നൽകണം, ഞങ്ങളെ നീ മുസ്ലിങ്ങളിൽ ഉൾപ്പെടുത്തണം. നിത്യജീവിതത്തിലെ സകലമാന പ്രാർത്ഥനയും. വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോഴുള്ള പ്രാർത്ഥന എന്താണ്? ഖുർആനിലെ സൂറത്ത് സുഹ്റുഫിലെ 13-14 ആയത്തിൽ പ്രാർത്ഥന കാണാം. സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീൻ വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. ഹദീസുകൾ പരിശോധിച്ചാൽ വളരെ അർത്ഥവത്തായ മറ്റു ചില പ്രാർത്ഥന കാണാം. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദാ അൽ ബിർറ വത്തഖ്വ വമിനൽ അമലി മാ തർള എന്ന് തുടങ്ങുന്ന സുദീർഘമായ പ്രാർത്ഥന. എല്ലാം അള്ളാഹുവോട് മാത്രം നേർക്കുനേരെ അള്ളാഹു വിളിച്ചുകൊണ്ട് യാത്രയിൽ ഉണ്ടാകേണ്ട സുരക്ഷയ്ക്ക് വേണ്ടി, യാത്രയിലെ തെക്കുവക്ക് വേണ്ടി, യാത്രയിലെ ഈമാനിന് വേണ്ടി, നല്ല രൂപത്തിൽ വീട്ടിലേക്ക്, കുടുംബത്തിലേക്ക് തിരിച്ചെത്താൻ വേണ്ടിയൊക്കെയുള്ള ആ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. നിക്കാഹ് നമ്മുടെ നിത്യത്തിൽ ഉണ്ടാകുന്ന ഒന്നാണല്ലോ നിക്കാഹ്.
നിക്കാഹിന്റെ സന്ദർഭത്തിൽ നവവധൂവരന്മാർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടേ? പ്രാർത്ഥിക്കണം. എന്താണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ളത്? ബാറക്കല്ലാഹു ലക്കുമാ വ ബാറക അലൈക്കുമാ വ ജമഅ ബൈനക്കുമാ ഫീ ഖൈർ. അള്ളാഹു നിങ്ങൾക്ക് രണ്ടുപേർക്കും ബർക്കത്ത് ചൊരിയട്ടെ എന്നാണ് പ്രാർത്ഥനയുടെ അർത്ഥം. ശരി, നിക്കാഹ് നടത്തിക്കൊടുക്കുന്നത് നാട്ടിലെ ഏതോ ഒരു അറിയപ്പെട്ട തങ്ങളോ ഉസ്താദോ സങ്കല്പിക്കുക. നിക്കാഹ് നടത്തിക്കൊടുത്ത തങ്ങളാണ്, വേദിയിൽ ആരുണ്ട്? തങ്ങളുണ്ട്. എന്നാൽ ഈ പ്രാർത്ഥന മാറ്റാൻ പറ്റുമോ? ബാറക്കല്ലാഹു ലക്കുമ എന്നതിന് പകരം ബാറക തങ്ങൾ ലക്കുമ, തങ്ങൾ നിങ്ങൾക്ക് രണ്ടുപേർക്കും ബർക്കത്ത് ചൊരിയട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? തങ്ങൾ മരിച്ചിട്ടില്ല, 6 അടി മണ്ണിനടിയിൽ മറമാടിയിട്ടില്ല, ജീവനുള്ള നേർക്കുനേരെ കാണുന്ന തങ്ങൾ മുന്നിലുണ്ട്. ആ തങ്ങളെ നിക്കാഹ് ചെയ്ത്. എന്നാൽ ബാറക്കല്ലാഹു ലക്കുമ എന്ന പ്രാർത്ഥന തങ്ങളെ സാന്നിധ്യത്തിൽ ബാറക തങ്ങൾ ലക്കുമ എന്ന് പ്രാർത്ഥിക്കാൻ പറ്റുമോ? ഇല്ല. എന്തു മനസ്സിലായി? ഇതിൽ ആർക്കും തർക്കമില്ല. നമ്മുടെ നാട്ടിൽ സുന്നിക്കോ മുജാഹിദിനോ ജമാഅത്തിനോ ആർക്കും തർക്കമില്ല, ആരും തർക്കിക്കേണ്ടതുമില്ല. കാരണം നമ്മളൊക്കെയും ഒരു മുസ്ലിം എന്ന നിലക്ക് നിത്യജീവിതത്തിൽ ചൊല്ലേണ്ട മുഴുവൻ പ്രാർത്ഥനകളും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് നേർക്കുനേരെ റബ്ബിനോടാണ്. അതുകൊണ്ട് നമ്മളും പറയുന്നു, നേർക്കുനേരെ അള്ളാഹുവോട് പ്രാർത്ഥിക്കണം. അള്ളാഹുവോട് പ്രാർത്ഥിക്കുന്നതിൽ ഒരു ഇടനിലക്കാരൻ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ഒരു തർക്കത്തിനോ ഒരു ചർച്ചക്കോ ഒരു ഖണ്ഡനമണ്ഡനത്തിനോ വാദപ്രതിവാദത്തിനോ ഒന്നും ഒരു സാധ്യതയുമില്ലാത്ത വിധം ആർക്കും തർക്കലേശമന്യേ അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ആശയമാണ് ഇന്നത്തെ പൗരോഹിത്യ വൃന്ദം വളരെ വൈകൃതമാക്കിക്കൊണ്ടിരിക്കുന്നത്, ജനങ്ങളുടെ മനസ്സിൽ അതിനെ സംബന്ധിച്ചുള്ള തെറ്റിദ്ധാരണ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. വിശുദ്ധ ഖുർആന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഖുർആൻ പറഞ്ഞത് എന്തുകൊണ്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം? വളരെ എളുപ്പമാണ്, വളരെ ലളിതമാണ്. ഖുർആനിലെ സൂറത്തു ജിന്നിലെ 18-ാമത്തെ ആയത്ത്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ. തീർച്ചയായും ആരാധനാലയങ്ങൾ, പള്ളികൾ മുഴുക്കെ അള്ളാഹുവിനുള്ളതാണ്. അതുകൊണ്ട് ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, ആ അള്ളാഹുവിന്റെ കൂടെ ഒരാളെയും വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല. ആ അഹദ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും ഇതിനകത്ത്? അള്ളാഹു അല്ലാത്ത ആരെയെല്ലാം വിളിക്കുന്നുണ്ടോ അവരെല്ലാവരും അതിനകത്ത് പെടും. അത് മലക്കുകളാകാം, ജിന്നുകളാകാം, മരിച്ചുപോയ ആളുകളാകാം, ജീവിച്ചിരിക്കുന്ന ആളുകളോട് തന്നെ പ്രാർത്ഥിച്ചാലും അതും അതിനകത്ത്. അപ്പോൾ ദുആഇന്റെ പരിധിയിലുള്ള, പ്രാർത്ഥനയുടെ പരിധിയിലുള്ള എന്തെല്ലാം ഉണ്ടോ അത് അള്ളാഹു അല്ലാത്ത ഒരാൾക്കും സമർപ്പിക്കാൻ പാടില്ല എന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മുജാഹിദുകളായ നമ്മൾ പറയുന്നു, അള്ളാഹുവിനോട് മാത്രമേ ദുആ ചെയ്യാവൂ. ജനങ്ങളെ ചൂഷണത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാണ് ഇസ്ലാമിന്റെ ആഗ്രഹം. ഒരു നിലക്കും ജനങ്ങൾ ചൂഷണത്തിന് വിധേയമാകാൻ പാടില്ല. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇടയാള സങ്കല്പത്തിലുള്ള പ്രാർത്ഥനയിലാണോ ചൂഷണം ഉണ്ടാകുന്നത്? ഇടയാളന്മാരില്ലാതെ നേർക്കുനേരെ പ്രാർത്ഥിക്കുമ്പോഴാണ് ചൂഷണം ഉണ്ടാകുന്നത്? ആർക്കും സംശയമില്ല. ഇടയാളന്മാർ എവിടെയാണോ കടന്നു വരുന്നത് അവിടെയൊക്കെ വിവിധങ്ങളായ ചൂഷണങ്ങളുണ്ട്. അള്ളാഹുവിനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കുന്നതിന് ഒരു കാശും അള്ളാഹ് ആവശ്യപ്പെട്ടിട്ടില്ല. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. ലോകത്ത് ജിന്നുകളെയും മനുഷ്യരെയും ഒക്കെ ഉണ്ടാക്കിയത് അവർ ചെയ്യുന്ന ഇബാദത്ത് മുഴുവൻ അള്ളാഹുവിന് മാത്രം സമർപ്പിക്കാൻ. ജിന്നുകളും മനുഷ്യരും ജീവിതത്തിൽ എന്തെല്ലാം ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടോ ആ ചെയ്യുന്ന ഇബാദത്തുകളൊക്കെ, ആരാധനകളൊക്കെ അള്ളാഹുവിന് മാത്രമേ സമർപ്പിക്കാവൂ. അതിനു വേണ്ടിയാണ് അവരുണ്ടാക്കിയത്. വേറെ ആർക്കെങ്കിലും ഇബാദത്ത് സമർപ്പിക്കുവാൻ അള്ളാഹ് ഒരു ജിന്നിനെയും സൃഷ്ടിച്ചിട്ടില്ല, ഒരു മനുഷ്യനെയും സൃഷ്ടിച്ചിട്ടില്ല. എന്നിട്ട് പറഞ്ഞു, മാ ഉരീദു മിൻഹും മിൻ റിസ്ഖിൻ വമാ ഉരീദു അൻ യുത്ഇമൂൻ. എന്നെ ആരാധിക്കുന്നതിൽ, എന്നോട് സങ്കടം പറയുന്നതിൽ, എന്നോട് ആഗ്രഹ സഫലീകരണം തേടുന്നതിൽ, ആവശ്യങ്ങൾ ചോദിക്കുന്നതിൽ ഒരാളും എനിക്ക് ഒരു റിസ്ക്കും നൽകണ്ട, ഒരു കാണിക്കയും സമർപ്പിക്കേണ്ട, കീശയിലുള്ള ഒരു കാശും സമർപ്പിക്കേണ്ടതില്ല. അപ്പൊ അള്ളാഹുവിനോട് നേർക്കുനേരെ ചോദിക്കുമ്പോൾ മനുഷ്യർ ചൂഷണത്തിൽ നിന്ന് മുക്തമാകുന്നു. അള്ളാഹുവിനോട് ചോദിച്ചതിന്റെ പേരിൽ കീശയിലെ കാശ് നഷ്ടപ്പെട്ട എത്ര ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തിൽ? ആരുമില്ല. അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചതിന്റെ പേരിൽ അഭിമാനം നഷ്ടപ്പെട്ട, മാനം നഷ്ടപ്പെട്ട, ലൈംഗികമായ ചൂഷണത്തിന് വിധേയമായ ഏതെങ്കിലും ഒരാളെ കാണിക്കാൻ കഴിയുമോ? ഇല്ല. എങ്കിൽ ഇതൊക്കെ സംഭവിക്കുന്നുണ്ട്. അള്ളാഹുവിനെ വിട്ട് ഇടയാളന്മാരെ വിളിക്കുമ്പോൾ, പ്രാർത്ഥന മറ്റുള്ളവരിലേക്ക് പോകുമ്പോൾ, സഹായതേട്ടം മറ്റു കേന്ദ്രങ്ങളിലേക്ക് വഴിമാറുമ്പോൾ അവിടങ്ങളിൽ ഈ പറഞ്ഞ എല്ലാ ചൂഷണവും സംഭവിക്കുന്നുണ്ട്. അന്ധവിശ്വാസത്തിന്റെ ആട്ടപ്പുരകളിൽ അകപ്പെട്ടു പോയിരിക്കുന്ന ആളുകൾ, ഏറ്റവും വലിയ അന്ധവിശ്വാസം എന്താണ്? പ്രകൃതിയെ സൃഷ്ടിച്ചു പരിപാലിക്കുന്ന, പ്രകൃതിയിലെ ഏറ്റവും വലിയ കരുണാവാരിധിയായ, ഏറ്റവും വലിയ അക്രമികളെപ്പോലും എങ്ങനെയെങ്കിലുമൊക്കെ
അവിടെ പാപങ്ങൾ പുറത്തു കൊടുത്ത് സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കണമെന്ന് ആഗ്രഹിക്കുന്ന അള്ളാഹുവിലേക്ക് അടുക്കുവാൻ ഇടയാളന്മാർ വേണം എന്നതാണ് ഏറ്റവും വലിയ അന്ധവിശ്വാസം. ഈ അന്ധവിശ്വാസത്തിലേക്ക് ജനങ്ങൾ എത്തുമ്പോൾ പിന്നീട് സംഭവിക്കുന്നതാണ് വിവിധങ്ങളായ ചൂഷണങ്ങൾ. എത്രയോ ആളുകൾക്കാണെന്നറിയോ വീട് നഷ്ടപ്പെടുന്നത്, സമ്പത്ത് ചെലവഴിക്കുന്നു, വലിയ കടക്കണിയിലേക്ക് എല്ലാം വിറ്റുതൊലച്ച് ജ്യോത്സ്യൻ പറയുന്നു, അല്ലെങ്കിൽ ഉസ്താദ് പറയുന്നു, ഇടനിലക്കാരൻ പറയുന്നു, ഈ പൂജക്ക്, ഈ പ്രാർത്ഥനക്ക്, ഈ കാര്യം സഫലീകരിക്കാൻ ഇത്ര കാശ് വേണം. അപ്പോൾ കാശ് ഉണ്ടാക്കുകയാണ്, വീട് വിൽക്കുന്നു, സ്വർണം പണയം വെക്കുന്നു, ആധാരം പണയം വെക്കുന്നു. അന്ധവിശ്വാസം ഒരുപാട് മനുഷ്യരെ കടക്കടയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അന്ധവിശ്വാസം ഒരുപാട് മനുഷ്യർക്ക് സാമ്പത്തികമായ ബാധ്യത വരുത്തി വെച്ചിട്ടുണ്ട്. എന്നാൽ നേർക്കുനേരെ നമ്മുടെ വ്യതകൾ നമ്മളെക്കാൾ കൂടുതൽ അറിയുന്ന ഒരു മധ്യവർത്തിയുടെയും ഒരു പരിഭാഷകന്റെയും ആവശ്യമില്ലാത്ത അള്ളാഹു, ആ അള്ളാഹുവോട് ചോദിച്ചതിന്റെ പേരിൽ ഇന്നുവരെയും ഒരാൾക്കും ഒരു കാശും നഷ്ടമായിട്ടില്ല. ഒന്ന് ശാരീരികമായ ചൂഷണമാണെങ്കിലോ, ലൈംഗികമായ ചൂഷണം. എത്രയോ ഇടത്തട്ട് കേന്ദ്രങ്ങളിൽ നമ്മൾ ഓരോ ദിവസവും കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്ത, അവിടങ്ങളിലേക്ക് വരുന്ന സ്ത്രീകളെ, ചെറിയ കുട്ടികളെയൊക്കെ ശാരീരികമായി ലൈംഗികമായി ചൂഷണത്തിന് വിധേയമാക്കുന്നു. ഈ ചൂഷണം പുറത്തറിയുമെന്ന ഘട്ടത്തിൽ അവരെ ഇല്ലായ്മ ചെയ്യുന്നു, കൊന്നുകളയുന്നു. എന്നാൽ അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിച്ചതിന്റെ പേരിൽ മാനം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സഹോദരിയെങ്കിലും കാണിക്കാൻ കഴിയുമോ? ഇതുകൊണ്ട് മുജാഹിദുകൾ പറയുന്നു, മനുഷ്യരെ വിശ്വാസത്തിന്റെ പേരിൽ ചൂഷണങ്ങൾക്ക് വിധേയമാക്കുന്ന ഇടത്തട്ടു സങ്കല്പം, ഇടത്തട്ടു പ്രാർത്ഥനകൾ അത് പാടെ ഒഴിവാക്കണം. ഇങ്ങനെ ലോകത്ത് പ്രവാചകന്മാർ പഠിപ്പിച്ചിരിക്കുന്ന മതത്തിന്റെ പ്രമാണത്തിന്റെ പിൻബലമുള്ള ഈ പ്രകൃതിക്ക് എത്രമാത്രം വിശുദ്ധിയുണ്ടോ അതിനേക്കാൾ വിശുദ്ധിയുള്ള ആശയമാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന തൗഹീദ്. ഏകനായ റബ്ബിനെ ഇടനിലക്കാരില്ലാതെ നേർക്കുനേരെ ബന്ധപ്പെടുക, നേർക്കുനേരെ റബ്ബിനോട് ചോദിക്കുക. അങ്ങനെ നേർക്കുനേരെ റബ്ബിനോട് ചോദിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ആ ക്രമമാണ്, പ്രക്രിയയാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രമം എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രമം ഏതാണ്? എല്ലാവർക്കും വിദ്യാഭ്യാസം ഉണ്ടാവുക, എല്ലാവർക്കും ആരോഗ്യമുണ്ടാവുക, എല്ലാവർക്കും സമ്പത്തുണ്ടാകുക, ഇതൊന്നുമല്ല ലോകത്തെ ഏറ്റവും വലിയ ക്രമം എന്ന് പറയുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ക്രമം എന്ന് പറയുന്നത് സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിനെ നേർക്കുനേരെ ബന്ധപ്പെടുക. നമുക്ക് തൽക്കാലം മനുഷ്യരെ മാറ്റിവെക്കാം. ഈ ജന്തുലോകത്ത് മനുഷ്യരല്ലാത്ത ഒരുപാട് ജന്തുവർഗ്ഗങ്ങൾ വേറെയുണ്ടല്ലോ. മൃഗങ്ങളുണ്ട്, പക്ഷികളുണ്ട്, സസ്യങ്ങളുണ്ട്. ഇതെല്ലാം പ്രാർത്ഥിക്കുന്നുണ്ട്. കുല്ലുൻ ഖദ് അലിമ സ്വലാത്തഹു വ തസ്ബീഹഹു, എല്ലാം അവയുടെ പ്രാർത്ഥനയും പ്രകീർത്തനയും അറിയുന്നു, നിർവഹിക്കുന്നു. യുസബ്ബിഹു ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശ ഭൂമികളിലെല്ലാം അള്ളാഹുവിനെ വാഴ്ത്തുന്നു, പുകഴ്ത്തുന്നു. ശരി, കാട്ടിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ശക്തന്മാരായ മൃഗങ്ങളെ കാണുന്നുണ്ട്. ആനയെപ്പോലെ, സിംഹത്തെപ്പോലെ, കടുവയെപ്പോലെ, പുലിയെപ്പോലെ അതിശക്തന്മാരായ മൃഗങ്ങളുണ്ട്. ദുർബലന്മാരായ മൃഗങ്ങളുണ്ട്. മാനിനെ പോലെ, മുയലിനെ പോലെ ദുർബലന്മാരായ മൃഗങ്ങൾ. നാളിന്ന് വരെയും ഒരു ദുർബലനായ ഒരു മാന് അതിൻ്റെ കാര്യങ്ങൾ റബ്ബിനോട് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ റബ്ബിൻ്റെ മുന്നിൽ വഴങ്ങുമ്പോൾ, റബ്ബിനെ സ്തുതിക്കുമ്പോൾ, റബ്ബിൻ്റെയും ആ മൃഗത്തിൻ്റെയും ഇടയിൽ ശക്തനായ ഒരു സിംഹത്തെയോ ഒരു കടുവയെയോ ആനയെയോ മധ്യവർത്തിയായി സ്വീകരിച്ചിട്ടുണ്ടോ? ഇല്ല. എങ്കിൽ അതാണ് ലോകത്തെ ഏറ്റവും വലിയ ക്രമം. ലോകത്തുള്ള മുഴുവൻ വസ്തുക്കളും അതിനെ സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിനെ നേർക്കുനേരെ ബന്ധപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ ക്രമം. ആ ക്രമത്തിന് പറയുന്ന പേരാണ് തൗഹീദ്. എന്നാൽ മനുഷ്യൻ എന്ത് ചെയ്തു? ലോകത്തെ എല്ലാവരും കാത്തു പരിപാലിക്കുന്ന ഈ ക്രമത്തെ മനുഷ്യൻ ഇടയാളന്മാരിലൂടെ, മധ്യവർത്തികളുടെ ആ ക്രമത്തെ പൊളിച്ചു. അതുകൊണ്ട് ഖുർആൻ എന്ന് പറഞ്ഞു, ഇന്ന ശിർക ലളുൽമുൻ അളീം, തീർച്ചയായും ഷിർക്ക് അതാകുന്ന ഏറ്റവും വലിയ അക്രമം. അക്രമം എന്ന് പറഞ്ഞാൽ എന്താണ്? ക്രമം അല്ലാത്തത്. ക്രമം അല്ലാത്തത്, അതിനാണ് അക്രമം എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലിയ അക്രമം ഏതായിരിക്കും? ഏറ്റവും വലിയ ക്രമത്തെ നശിപ്പിച്ചു കളഞ്ഞാലാണ് ഏറ്റവും വലിയ അക്രമം സംഭവിക്കുന്നത്. ഏറ്റവും വലിയ ക്രമം എന്താണ്? സൃഷ്ടിച്ചിരിക്കുന്ന സ്രഷ്ടാവിനെ, പ്രപഞ്ചത്തിലുള്ള സകലമാന വസ്തുക്കളും നേർക്കുനേരെ ബന്ധപ്പെടുക എന്നതാണ് ഏറ്റവും വലിയ ക്രമം. ആ ഏറ്റവും വലിയ ക്രമത്തെയാണ് തൗഹീദ് എന്ന് പറയുന്നത്. ഈ ഏറ്റവും വലിയ ക്രമത്തെ പഠിപ്പിക്കാനാണ് ഓരോ കാലങ്ങളിലും പ്രവാചകന്മാർ വന്നത്, ഓരോ കാലങ്ങളിലും വേദഗ്രന്ഥങ്ങൾ ഇറക്കിക്കൊടുത്തത്. ആ പ്രവാചകന്മാരും വേദഗ്രന്ഥങ്ങളും ഒക്കെ നിരന്തരം നിരവധി തവണ ആവർത്തിച്ചാവർത്തിച്ചു പഠിപ്പിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്, സത്യമാണ്. ദൈവത്തിലേക്ക് അടുക്കാൻ, പ്രാർത്ഥിക്കുവാൻ ഇടയാളന്മാരോ മധ്യവർത്തികളോ വേണ്ടതില്ല, അവർ ഉണ്ടാകാൻ പാടില്ല. നേർക്കുനേരെ അവനോട് ദുആ ചെയ്യണമെന്നത് അവസാനിപ്പിക്കുന്നു. അപ്പോൾ എന്തുകൊണ്ട് അള്ളാഹുവോട് മാത്രം പ്രാർത്ഥിക്കണം എന്നതിൻ്റെ
ആർക്കും അംഗീകരിക്കാൻ കഴിയുന്ന ചില ഉത്തരങ്ങളാണ് പറഞ്ഞു. ഒന്ന്, വിശുദ്ധ ഖുർആനിൽ വന്നിരിക്കുന്ന സകലമാന പ്രാർത്ഥനയും അള്ളാഹുവോട് മാത്രം. രണ്ടാമത്തേത്, ലോകത്ത് വന്നിരിക്കുന്ന മുഴുവൻ പ്രവാചകന്മാരുടെ പ്രാർത്ഥന അള്ളാഹുവോട് മാത്രം. മൂന്നാമത്തേത്, ഒരു മുസ്ലിം എന്ന നിലയ്ക്ക് നമ്മൾ നിർവഹിക്കേണ്ട നിത്യജീവിതത്തിലെ ചെറുതും വലുതുമായി എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവോട് മാത്രം. അതിനൊക്കെ അപ്പുറം അള്ളാഹുവിൻ്റെ കൽപ്പന നാലാമത്തേത്, ഫലാ തദ്ഉ മഅല്ലാഹി അഹദ, അള്ളാഹു അല്ലാതെ മറ്റാരെയും വിളിച്ചു പ്രാർത്ഥിക്കാൻ പാടില്ല. ഏതായാലും ഈ ക്യാമ്പയിൻ, ഈ പ്രോഗ്രാം, ഇതിൻ്റെ ആശയം ഇനിയും നമുക്ക് നമ്മുടെ നാട്ടിലെ ജനങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കേണ്ടതുണ്ട്. ഒരു വലിയ അന്ധവിശ്വാസത്തെ, ഒരു വലിയ തെറ്റിനെ, ഒരു വലിയ അക്രമത്തെ ഇത് ശരിയാണ് എന്ന് വിചാരിച്ചുകൊണ്ടാണ് നമ്മുടെ നാട്ടിലുള്ള സഹോദരന്മാർ ഇത്തരം ശിർക്കൻ പ്രവർത്തനങ്ങൾ, അള്ളാഹു അല്ലാത്ത മറ്റുള്ളവരെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ ആളുകളെ സഹോദരി ബുദ്ധിയോടെ, ഗുണകാംക്ഷ നിറഞ്ഞ മനസ്സോടെ സമീപിക്കുകയും ഇസ്ലാമിൻ്റെ കറകളഞ്ഞ ചൂഷണങ്ങളില്ലാത്ത ഈ തൗഹീദിൻ്റെ പാതയിലേക്ക് തിരിച്ചു വിളിക്കാൻ നമുക്ക് ഇനിയും സാധിക്കട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും.